വോട്ടർ പട്ടികയിൽ നിലവിൽ പേരുള്ളവരുടെ കാർഡിലെ വിവരങ്ങൾ തിരുത്തുന്നതിന് ഫോം 8 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് തിരുത്താനാവുന്ന കാര്യങ്ങൾ ഇവയാണ്: പേര്, ലിംഗം, ജനനത്തീയതി, ബന്ധുവിൻ്റെ പേര്, ബന്ധുവുമായുള്ള ബന്ധം, മേൽവിലാസം, മൊബൈൽ നമ്പർ, ഫോട്ടോ. ഇതിൽ മൊബൈൽ നമ്പറും ഫോട്ടോയും മാറ്റുന്നതിന് രേഖകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട. ബാക്കിയുള്ളവയ്ക്ക് അത് തെളിയിക്കുന്ന രേഖകൾ കൂടി അപ്ലോഡ് ചെയ്യണം. ഇനി അപേക്ഷയിലേക്ക് കിടക്കാം. ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ബ്രൗസറിൽ കയറി CEO കേരള എന്നടിച്ച് CEOയുടെ ഹോം പേജിലേക്ക് പ്രവേശിക്കുക. താഴേക്ക് വന്നാൽ വോട്ടേഴ്സ് പോർട്ടൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ അക്കൗണ്ട് ഉള്ളവർ ലോഗിൻ ചെയ്യുക, ഇല്ലാത്തവർ സൈനപ്പ് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വരുന്ന പേജിൽ താഴേക്ക് വന്നാൽ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന ഭാഗത്ത് ഫോം 8 അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഫോൺ ഇടത്തോട്ടോ വലത്തോട്ടോ ചരിച്ചാലാണ് സ്ക്രീൻ ഫുള്ളായി കാണാൻ കഴിയുക. ഇനി സ്ക്രീനിൽ നിങ്ങളുടെ കാർഡിൽ തിരുത്തലാണ് ചെയ്യേണ്ടതെങ്കിൽ സെൽഫ് എന്നത് സെലക്ട് ചെയ്യുക. മറ്റൊരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതർ എലക്ടർ എന്നത് സെലക്ട് ചെയ്യുക. ശേഷം സബ്മിറ്റ് അമർത്തുക. അവിടെ എപ്പിക് നമ്പർ എന്നിടത്ത് തിരുത്തേണ്ട ആളുടെ വോട്ടർ ID നമ്പർ നൽകി സബ്മിറ്റ് അമർത്തുക. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉള്ള ആളാണെങ്കിൽ അയാളുടെ വിവരങ്ങൾ സ്ക്രീനിൽ തെളിയും. അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തി താഴെ OK അമർത്തുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നത് സെലക്ട് ചെയ്യുക. താഴെ OK അമർത്തുക. ഇനി മൊബൈൽ നേരെ പിടിക്കുക. ഇവിടെ പട്ടികയിൽ പേരുള്ള ആളായതിനാൽ മിക്കവാറും വിവരങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി ഈ പേജിൽ വന്നിട്ടുണ്ടാവും. അധിക വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ ചേർക്കാവുന്നതാണ്. എന്നാൽ അത് നിർബന്ധമില്ല. ആദ്യം ആധാർ നമ്പറാണ്. അത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ടിക്ക് കൊടുത്ത് ചേർക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. താഴെ മൊബൈൽ നമ്പർ കൊടുക്കുക. ശേഷം ഇമെയിൽ ഉണ്ടെങ്കിൽ അത് നൽകുക. ശേഷം നെക്സ്റ്റ് അമർത്തുക. ഇനി നിങ്ങൾക്ക് എന്ത് കാര്യമാണ് തിരുത്താനുള്ളത് എന്നത് അവിടെ ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. പേര്, ലിംഗം, ജനനത്തീയതി, ബന്ധുവിൻ്റെ പേര്, ബന്ധുവുമായുള്ള ബന്ധം, മേൽവിലാസം, മൊബൈൽ നമ്പർ, ഫോട്ടോ. ഇവയിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്യുക. നിങ്ങളുടെ പേരാണ് തിരുത്താനുള്ളതെങ്കിൽ നെയിം എന്നുള്ളത് ടിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിയായ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുക. ഇനി അത് തെളിയിക്കുന്ന ഏത് രേഖയാണോ അത് സെലക്ട് ചെയ്ത് അതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ രേഖ അപ്ലോഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് തിരുത്തേണ്ടത് ലിംഗമാണെങ്കിൽ അത് ജെൻഡർ എന്നത് സെലക്ട് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംഗം, ശരിയായ ലിംഗം ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇനി അതിന് ഏത് രേഖയാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. ഇനി ജനനത്തീയതിയാണ് മാറ്റാനുള്ളതെങ്കിൽ നിങ്ങൾ DOB എന്ന് സെലക്ട് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജനനത്തീയതി, ശരിയായ ജനനത്തീയതി കൊടുക്കുക. നിങ്ങൾ ഏത് രേഖ വെച്ചിട്ടാണോ അത് തെളിയിക്കുന്നത് ആ രേഖ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ അത് അപ്ലോഡ് ചെയ്യുക. ഇനി ബന്ധുവിൻ്റെ പേരാണ് തിരുത്തേണ്ടതെങ്കിൽ മുകളിൽ പറഞ്ഞ പോലെ തന്നെ പേര് തിരുത്തുന്ന അതേപോലെ തന്നെ ചെയ്യുക. ഇനി ബന്ധുവിൻ്റെ ബന്ധമാണ് തിരുത്തേണ്ടതെങ്കിൽ ബന്ധുവിൻ്റെ ബന്ധം എന്നുള്ള ഭാഗം തിരുത്തി എഴുതുക. അതിനുശേഷം അത് തെളിയിക്കുന്ന രേഖ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സാണ് തിരുത്തേണ്ടതെങ്കിൽ അഡ്രസ്സ് എന്നത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ശരിയായ അഡ്രസ്സ് താഴെ കൊടുക്കുക. അവിടെ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് നമ്പർ എല്ലാം ഉൾപ്പെടെ നൽകുക. വില്ലേജ്, താലൂക്ക് എന്നിവ നൽകുക. ഇനി അത് തെളിയിക്കുന്ന രേഖ ഏതാണോ ആ രേഖ സെലക്ട് ചെയ്യുക, ആ രേഖ അപ്ലോഡ് ചെയ്യുക. മൊബൈൽ നമ്പറാണ് തിരുത്തേണ്ടെങ്കിൽ മൊബൈൽ നമ്പർ എന്ന് ടിക്ക് ചെയ്യുക. താഴെ നിങ്ങളുടെ ശരിക്കുള്ള മൊബൈൽ നമ്പർ എഴുതുക. ബാക്കി വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോട്ടോയാണ് തിരുത്തേണ്ടെങ്കിൽ ഫോട്ടോ എന്നത് ടിക്ക് ചെയ്യുക. താഴെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ശേഷം താഴെ ഡിക്ലറേഷനിൽ സ്ഥലം എഴുതി നെക്സ്റ്റ് അമർത്തുക. തൊട്ട് താഴെയായി ക്യാപ്ചയും നൽകി പ്രിവ്യൂ ആൻഡ് സബ്മിറ്റിൽ അമർത്തുക. മൊബൈൽ നമ്പറാണ് മാറ്റാനുള്ളതെങ്കിൽ അല്ലെങ്കിൽ പ്രസ്തുത അപേക്ഷയിൽ നിങ്ങൾ ആധാർ നമ്പർ നൽകുന്ന ആ ഭാഗത്ത് മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത നമ്പർ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി താഴെ ക്യാപ്ച നൽകി സെൻഡ് OTP നൽകി മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. മറ്റുള്ള അപേക്ഷകൾക്ക് OTP ആവശ്യമില്ല. എന്നാൽ ക്യാപ്ച കോഡ് നൽകിയാണ് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. പ്രിവ്യൂ വായിച്ചു നോക്കി തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് അമർത്തി അത് തിരുത്തുക. ഇത് ശരിയാണെങ്കിൽ താഴെ സബ്മിറ്റ് അമർത്തുക. ശേഷം സൈൻ ചെയ്യുന്നതിനായി നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. നിങ്ങളുടെ ആധാർ നമ്പർ നൽകി സെൻഡ് OTP അമർത്തുക. OTP നൽകിയാൽ നിങ്ങളുടെ ഫോം സബ്മിറ്റഡ് ആയി എന്ന് സ്ക്രീനിൽ കാണിക്കും. അവിടെ ഒരു റെഫറൻസ് നമ്പറും കാണിക്കുന്നതാണ്. റെഫറൻസ് നമ്പർ കുറിച്ച് വയ്ക്കുക. കൂടാതെ അത് ഡൗൺലോഡും ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ SMS വരുന്നതാണ്. നിങ്ങളുടെ BLO ആരാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടാകും. BLOയെ നിങ്ങൾ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. BLO നിങ്ങളെ ബന്ധപ്പെട്ടുകൊള്ളും.